എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാ തവണയും വരാനുള്ള മഹാബലി ഇത്തവണയും എത്തിയിരിക്കുകയാണ്. അതും TCVയിലൂടെ ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാമിലൂടെ നാം എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എവരുടെയും വിശേഷങ്ങളും അതുപോലെ തന്നെ ഓണത്തിൻ്റെ കളികളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. എന്തേ അപ്പോൾ വരിക. അപ്പോൾ ഓണൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? ഓണതേ ഇങ്ങനെ പോയോണ്ടിരിക്കണു. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. നല്ല തിരക്കാ. രാത്രി 5:30 വരെ നല്ല തിരക്കാ ഇവിടെ. അപ്പോൾ ഓണം ആഘോഷിക്കാൻ സമയം കിട്ടുന്നില്ല. കിട്ടണില്ല, എവിടേക്കും പോകാനുള്ള ഇത് കിട്ടണില്ല. തലേദിവസം വരെ ഉണ്ടാവും ഇവിടെ തിരക്ക്. എന്തായാലും മഹാബലി ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അങ്ങോട്ട് ഓണം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാം നമുക്ക് എല്ലാവർക്കും. ബൈ. ഹാപ്പി ഓണം അങ്ങോട്ട് പറയാം. ഹാപ്പി ഓണം. എല്ലാവരും ഓണം അങ്ങോട്ട് ആഘോഷിക്കട്ടെ. പേര് അങ്ങോട്ട് പറ. ആരതി. അഞ്ജിത. അപ്പൊ എന്താണ് ഓണൊക്കെ ആയിട്ടുള്ള പരിപാടി, വിശേഷങ്ങൾ? എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വീട് എവിടെയാ? പാലക്കില്. മോളെ വീട് എവിടെയാ? ചൂര്. അപ്പൊ ഓണായിട്ട് എന്താണ് പരിപാടികളൊക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓണം എങ്ങനെയാണ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങനെയാ അടിച്ചു പൊളിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? എവിടേക്കെങ്കിലും വല്ല ട്രിപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? പായസം ഏതാണ് ഇഷ്ടം? പാലട. മോൾക്ക് ഏതാണ് ഇഷ്ടം? പാലട. വന്ന സ്ഥിതിക്ക് നമ്മുടെ ഫൺ വിത്ത് മാവേലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ഹാപ്പി ആണെന്ന് അങ്ങോട്ട് പറയാമോ? ഹാപ്പി ഓണം. അപ്പോൾ മാവേലിന്റെ കൂടെ കുറച്ച് പ്രജകൾ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. പേര് പറ. നന്ദിനി. അനു. ഓമന. അപ്പൊ എന്താണ് ഓണൊക്കെ ആയിട്ട് ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ? ഉഷാറാണ്. ഓണത്തിന് ഓണക്കോടി കൊടുത്തോ? എടുത്തു. മഹാബലിനെ കണ്ടതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. മഹാബലി മൊത്തം അനുഗ്രഹം അല്ല കൊണ്ടുവന്നിരിക്കണ. എല്ലാവർക്കും അനുഗ്രഹം വേണ്ടേ? ഫ്രീ ആയിട്ടുണ്ട്, അനുഗ്രഹം തരാം. ആരൊരു പാട്ട് പാടാം നന്നായിട്ട്? നന്നായിട്ട് പാടാ. ആ കുട്ടി പാടും. കണ്ടു കഴിഞ്ഞാൽ അറിയാം പാടും അല്ലേ? പാട്ടുകാരിയാണ്. അല്ല, പാട്ടൊന്നും അങ്ങനെ പാടാനൊന്നും. എന്നാലും നമ്മുടെ ഫൺ വിത്ത് മാവേലി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പാട്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആപത്തു കാലത്തു വസിക്കും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നല്ലൊരു കൈയ്യടി കൊടുത്തേ ആ ചേച്ചിക്ക്, നല്ലൊരു കൈയ്യടി കൊടുത്തേ. അപ്പോൾ പാട്ടുപാടിയോരെ നാം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല നിരവധി സമ്മാനങ്ങളുണ്ട്. സമ്മാനങ്ങൾ എല്ലാവർക്കും തരാട്ടോ. അപ്പോൾ ഇത് TPR ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സമ്മാനമാണ്. ആ ക്യാമറയിലേക്ക് അങ്ങോട്ട് പിടിക്കുക. തൃശ്ശൂരും തൃപ്രയാറാണ് ഇതിൻ്റെ ഷോറൂമുകളുള്ളത്. ഇതെന്താണ് സമ്മാനം മനസ്സിലായോ? ഇത് പായസം മിക്സാണ്. ഓണത്തിന് പായസം കഴിക്കാം. സന്തോഷമായില്ലേ? സന്തോഷമായോ? സന്തോഷായി. ഇവിടെയും സമ്മാനം വേണം. എല്ലാവർക്കും കൊടുക്കും നാം. മഹാബലി തിരുമേനിയല്ലേ, എല്ലാവർക്കും കൊടുക്കുന്നു. ഇത് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. സന്തോഷമായില്ലേ? ഇതും TPR ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ തന്നെയാണ്. TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറാണുള്ളത്. തൃശ്ശൂർ നമ്മുടെ MG റോട്ടിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. സന്തോഷമായോ? അപ്പോൾ ഇനി വേറൊരു സമ്മാനമുണ്ട്. ഇതൊക്കെ കഴിച്ച സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ തന്നെ നല്ല തനത് രുചിയിലുള്ള ഒരു ഐസ്ക്രീം കൂടിയാണ് കഴിക്കണം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമാണ്. ഇതിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇത് കയ്യിൽ വയ്ക്കുക. അപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീം അങ്ങോട്ട് ഈ ഓണത്തിന് കഴിക്കുക. ഈ ഐസ്ക്രീമിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? തനത് നമ്മുടെ പായസക്കൂട്ടിൻ്റെ തനത് രുചിയിലാണ് ഈ ഐസ്ക്രീം കിട്ടുക. ഇത് മാത്രമല്ല, നമ്മൾ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ മൺകലത്തിലാണ് ഇത് തരുന്നത്. മാവേലിക്ക് സന്തോഷമായിരിക്കണം. മാവേലിനെ കാത്ത് ഇവിടെ ഒരാൾ നിൽക്കുകയാണ് അല്ലേ? അതെ. മാവേലി ആദ്യമായി ഇന്നത്തെ ദിവസം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതെ, സന്തോഷം തന്നെ. മാവേലിക്ക് കണ്ടു നിറഞ്ഞിരിക്കണു. സന്തോഷമായി. ഈ പ്രജകളുടെ വാക്കിൽ നിന്ന് സന്തോഷം കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സന്തോഷം തന്നെയാണ്. അപ്പം എന്താണ് പേര് പറ? സിന്ധു. എവിടെ വീട്? എവിടെയാണ് വീട്? ഞങ്ങൾ ഷോപ്പിൽ വന്നതാണ്.
ഓണക്കോടി എടുക്കാനായിട്ടുള്ള അതെ 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 വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, മോനുണ്ട്. അപ്പോൾ എല്ലാവരോടും മാവേലിയുടെ അന്വേഷണം പറയണം കേട്ടോ. പാട്ട് പാടുമോ ചേച്ചി? ഇല്ല ഇല്ല. ഏമായിരിക്കണോ? എന്നാൽ 2 വരിയും മഹാബലിക്ക് വേണ്ടിയിട്ട്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമേ ഇല്ലതാനം. പോരെ. സന്തോഷമായിരിക്കണം കേട്ടോ, സന്തോഷം. അപ്പോൾ എങ്ങനെ അനുഗ്രഹം വേണോ? അനുഗ്രഹം മാത്രമല്ല വേറെയും കുറച്ച് സമ്മാനങ്ങളുണ്ട്. വേണോ? സന്തോഷമല്ലേ? അപ്പോൾ ഈ സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്നൊരു സമ്മാനമാണ്. ഇതൊന്ന് അങ്ങോട്ട് പിടിക്കുക, ഒന്ന് കൈയോട് പിടിച്ചോളൂ, അങ്ങോട്ട് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറാണ് ഷോറൂം ഉള്ളത്. ഇതിൻ്റെ പായസക്കൂട്ടാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. പായസം കൂട്ടിച്ച് സന്തോഷിക്കുക. ഇത് മാത്രമല്ല, TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. സന്തോഷമായോ? അപ്പോൾ ഇതിൻ്റെ ഷോറൂം ഉള്ളത് നമ്മുടെ തൃശ്ശൂർ MG റോഡിലും അതുപോലെ തന്നെ തൃപ്രയാറാണ്. അപ്പോൾ അവിടെ പോവുക. ഓക്കെ അല്ലേ? ഇപ്പോൾ സന്തോഷമായോ? എന്നാൽ അത് പോരാ സന്തോഷം, അതിലും കൂടുതൽ സന്തോഷം വേണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സാധനം കൂടി ഉണ്ട്, ഒരു സമ്മാനം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഐസ്ക്രീം. ഫ്രഞ്ച് ഇതാണ് ഐസ്ക്രീം, ഫ്രഞ്ച് ഡയറീസ് ഐസ്ക്രീമാണ്. സന്തോഷം. അതിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് സന്തോഷമായിട്ട് നൽകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പായസത്തിൻ്റെ രുചിയാണ് ഈ ഐസ്ക്രീമിനുള്ളത്. ഇത് പാരമ്പര്യമായിട്ട് മൺപാത്രത്തിലാണ് ഓണായിട്ട് അവർ ഓണം മധുരമായിട്ട് വിളമ്പുകയാണ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവരുടെ ഷോപ്പ് സന്ദർശിക്കുക. ഓക്കെ, സന്തോഷമായല്ലോ അല്ലേ? ഹാപ്പി ഓണം. ആരുണ്ട്? നമസ്കാരം. അവിടെ നിൽക്കുക, പേര് പറഞ്ഞിട്ട് പോക്കുക. രമ്യ. അപ്പോൾ പേര് പറഞ്ഞോണ്ട് വിരോധമുണ്ടോ? രമ്യ, രേഷ്മ. എവിടുന്ന് വരുന്നു രണ്ടുപേരും? ഞങ്ങൾ പോട്ടൂര്. എന്തായാലും സന്തോഷം. മാവേലിനെ കണ്ടതിൽ സന്തോഷമായി. സന്തോഷം. അനുഗ്രഹം വേണോ? അനുഗ്രഹം തരാം, അതുപോലെ തന്നെ ഗിഫ്റ്റുകളും തരാം. ഓക്കെ ആണോ? കുറച്ച് നേരം ഒന്ന് മാവേലിൻ്റെ കൂടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് അങ്ങോട്ട് പാടും ആരെങ്കിലും, ഒരു ചെറിയൊരു പാട്ട്. പാട്ട് പാടാൻ അറിയില്ല എന്ന് മാവേലിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? നാം ഈ പ്രജകളുടെ പാട്ടും ഡാൻസൊക്കെ കാണാനല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മാവേലി ഒരു കാര്യം ഇങ്ങോട്ട് പറയാം, അത് ഏറ്റു പറയാൻ റെഡിയാണോ? തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പറയാ. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഒന്നും കൂടി പറയാം. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 തത്ത 5-10 പച്ചത്തത്ത ചത്തു കുത്തി. എന്നെ കൂടി തെറ്റിക്കല്ലേ രന്യ. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. കിട്ടും തോന്നണില്ല എനിക്ക്. തൃശ്ശൂർ തൃപ്പടിമേൽ 5 തത്ത 10 എന്തായിരുന്നു? എൻ്റെ പൊന്നോ. ഒരു വട്ടം കൂടി മാവേലി തമ്പുരാൻ, ഒരു വട്ടം കൂടി പറയുള്ളൂ കേട്ടോ, സമയമില്ല. തൃശ്ശൂർ തൃപ്പടിമേൽ 5-10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. 5-10 തത്ത ചത്തു കുത്തിയിരുന്നു. ഇനി ഉറക്കെ പറഞ്ഞു, സ്പീഡിൽ പറഞ്ഞ, സ്പീഡിൽ പറ. 5 തത്ത ചത്തു കുത്തിയിരുന്നു. മാവേലിയുടെ കൂടി തെറ്റിക്കുന്നു അല്ലേ? അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ, കാരണം കുട്ടികൾ ഇത്രയും കഷ്ടപ്പെടുന്നല്ലേ. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരും തൃപ്രയറാണ് ഇവരുടെ ഷോറൂം ഉള്ളത്. പിടിക്കുക, ആ ക്യാമറയിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പായസക്കൂട്ടാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഹാപ്പി അല്ലേ? അപ്പോൾ അടുത്തത് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഇതും നൽകുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. പിടിച്ചോളുക. TPR ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയറാണ് ഷോറൂം ഉള്ളത്. അവിടെയൊക്കെ സന്ദർശിക്കുക. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ടില്ല. ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, ഒരു വലിയൊരു മധുരം. ഫ്രഞ്ച് ഡയറീസ് ഐസ്ക്രീം ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് പായസത്തിൻ്റെ തനത് രുചിയിലാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് പാരമ്പര്യമായ ഒരു മൺപാത്രത്തിലാണ് ലഭിക്കുക. ഈ ഓണായിട്ട് അവരുടെ സ്പെഷ്യലായിട്ട് നൽകുന്നതാണ് ഓണം മധുരം. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ അവിടെ സന്ദർശിക്കാം. ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ മഹാബലിനെ കാത്ത് ഇവിടെ വേറൊരു ടീം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് പേര് പറ?
സ്നേഹ നന്ദന ദർശൻ ദർശൻ ദിൽജിത്ത് അഭിജിത്ത്. അപ്പൊ ഇവരൊക്കെ കണ്ടപ്പോ മഹാബലിക്ക് സന്തോഷായി. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യത്തെ ഓണം ഉഷാറല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലേ നിങ്ങളൊക്കെ ഏതൊരു ഗ്രാമത്തിൽ കിടക്കാന്ന് പറഞ്ഞു, ഇൻസ്റ്റാന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞു. ആ ഗ്രാമത്തിലാണ് ഇപ്രാവശ്യം ഓണൊക്കെ എന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ പോവുക? ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഒരു ഗ്രാമം കേട്ടിട്ടുണ്ടോ? ഈ ഗ്രാമത്തിലാണ് നിങ്ങളുടെ ന്യൂജൻ പിള്ളേരൊക്കെ കൂടുതലായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞു. ആ ഗ്രാമത്തിൽ തന്നെയാണോ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്? തുടക്കം എവിടെയാ? തുടക്കം എവിടെയാണ്? എല്ലാവർക്കും മെസ്സേജൊക്കെ അയച്ചുകൊണ്ട് അല്ലേ? എന്തായാലും സന്തോഷമായി. ഓണത്തിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? പരിപാടികൾ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞോ? നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്? ഞങ്ങൾ PS ദന്തൽ കോളേജിലാണ് പഠിക്കുന്നത്. എവിടെയാണ് നമ്മുടെ? അത് അക്കിക്കാവ് കുന്നംകുളം. മക്കിക്കാവിലാണ് കോളേജിലെ, അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സെലിബ്രേഷൻ നാളെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സെലിബ്രേഷനൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മഹാബലിനെ ക്ഷണിക്കുന്നുണ്ടോ? വരണോ? വന്നോളൂ നാളെ. ഒരു നല്ല രീതിയിൽ മഹാബലി വരണം എന്ന് പറയണം. വരണോ മഹാബലി വരണോ? നാളെ വായോ. എന്താ പറച്ചില്? നാളെ വായോ, വേണമെങ്കിൽ വായോ എന്നൊക്കെ, ആർക്ക് വേണം എന്നൊക്കെയുള്ള ലെവലില് ഈ ഒരു മഹാബലിനെ ക്ഷണിക്കുക. പണ്ടത്തെ രാജാവാണേ. എന്താ ഇതൊക്കെ നാം തന്നെ കാണണം അല്ലേ? എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ആഘോഷം അടിപൊളിയാവട്ടെ. മഹാബലിക്ക് വരാൻ പറ്റുമോ നോക്കട്ടെ. ആഘോഷം നന്നായിരിക്കട്ടെ എന്തായാലും. അപ്പോൾ ഇതിൽ പാട്ട് പാടുന്നവരാരാണ്? ദിൽജിത്ത് എന്ന മഹാനാണ് പാട്ട് പാടുന്നത്. ദിൽജിത്ത് ഇങ്ങോട്ട് വരിക, പാട്ട് പാടുക. ഒരു നല്ലൊരു പാട്ട്, സ്നേഹം ദിൽജിത്ത് കൂടിയിട്ട് നല്ലൊരു പാട്ട്. ഹൃദയസഖീ സ്നേഹമയീ ആത്മസഖീ അനുരാഗമയീ എന്തിനു നിന്നും ബലമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയസഖീ. കേമായിരിക്കണു. ഈ ഹൃദയസഖി എവിടെയായിരുന്നു? ഈ പാട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? അതിനൊരു ഹൃദയസഖി ഉണ്ട്? ഇല്ല. ഈ മഹാബലിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ എന്തായാലും സന്തോഷത്തിൻ്റെ പേരിൽ മഹാബലി വലിയൊരു സമ്മാനം തരികയാണ് കേട്ടോ. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന പായസം മിക്സാണ് സമ്മാനം. ഈ TPR ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ തൃശ്ശൂരും അതുപോലെ തന്നെ തൃപ്രയാറാണ് ഉള്ളത്. സന്തോഷമായോ? ചെറിയൊരു സന്തോഷത്തിന് കുറവുണ്ട്, കുഴപ്പമില്ല. ഇനിയും സമ്മാനങ്ങൾ തരാം. അടുത്ത സമ്മാനം എന്ന് പറയുന്നത് ഗിഫ്റ്റ് വൗച്ചറാണ്. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഇതേ സ്ഥാപനത്തിൻ്റെ തന്നെ ഗിഫ്റ്റ് വൗച്ചറാണ്. പിടിക്കുക, സന്തോഷമായിട്ട് പിടിക്കുക. എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ, ഒറ്റയ്ക്കുള്ളതല്ല. എല്ലാവർക്കും സന്ദർശിക്കുക TPR ഗോൾഡൻ ഡയമണ്ട്സ്. തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂർ MG റോട്ടിലുമാണുള്ളത്. ഓക്കെ, ഹാപ്പി അല്ലേ? ഇന്ന് മഹാബലി തമ്പുരാൻ ഹാപ്പി ആയിട്ടില്ല. ഒരു സമ്മാനം കൂടി തരാം. നിങ്ങൾ അങ്ങോട്ട് ഹാപ്പി ആവുക. ഇതങ്ങോട്ട് പിടിക്കുക. ഇതെന്താണെന്ന് മനസ്സിലായോ? ഫ്രഞ്ച് ഡയറീസ് ഐസ്ക്രീമിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഓക്കെ, ഹാപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പായസത്തിൻ്റെ തനത് കൂട്ടിലാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ മൺപാത്രത്തിലാണ് ഈ ഐസ്ക്രീം നൽകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ രുചികരമായ ഐസ്ക്രീമാണ്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഹാപ്പി ഓണം. എന്തായാലും പ്രജകളെ ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ പരിപാടി? എന്തിനുള്ള പുറപ്പാടാണ്? നമ്മൾ പ്രാക്ടീസിന്റെ ഒരു രീതിയിൽ NCC-കാരാ ഞങ്ങള്. എന്തായാലും സന്തോഷമായി. എന്തായാലും പരിചയപ്പെടാം. നമുക്ക് പേര് പറ. അനോഷ് ജോൺസൺ. അമൃത ഏജി. അഞ്ജന. ഓണായിട്ട് എങ്ങനെയാണ് സെലിബ്രേഷനൊക്കെ? നിങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കണം? നമ്മള് സെന്റ് അലൂഷ്യസ് എൽത്തുരുത്ത്. എല്ലാവരും. അപ്പൊ എങ്ങനെ അവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? 21-ാം തീയതി മാവേലി വന്നാ നന്നാവും. മാവേലി വരാൻ നോക്കാം അല്ലേ? അപ്പോ മോനെ എങ്ങനെ പാട്ട് പാടാൻ എല്ലാവരും തയ്യാറാണോ? പാട്ട് അറിയില്ല. ബെസ്റ്റ്. ഇപ്പൊ എന്തോ അപരാധം ചോദിച്ച പോലെ പാട്ട് അറിയില്ല. പാട്ട് പാടാൻ തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. പാട്ട് ഇങ്ങനെ പാടും. നിങ്ങൾക്ക് അറിയില്ല എന്നല്ല പറഞ്ഞേ. ഇങ്ങനെ പാടും കേട്ടോ.
നല്ലൊരു പാട്ടുണ്ട് എനിക്ക് പാട്ടോടെ അറിയില്ല. നമുക്ക് ആ കൂടി അറിയുന്നത് അനുസരിച്ച് കുറച്ച് കാര്യങ്ങളാ. എന്താ NCSൽ എന്ത് കാര്യങ്ങൾ അറിയാം? എനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം കൊണ്ട് പറയാം, അതെങ്കിൽ ഏറ്റു പറയാൻ പറ്റുമോ നോക്കുക. വളരെ സിമ്പിളാണ്. മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയ. ഉറക്കെ പറയാം. മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയ. ഒരു 5 വട്ടം പറയാം. അത്ര പറയണ? അത്രേ ഉള്ളൂ. മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയ. മസ്തിഷ്ക ഇവരെ കൂടി ട്രൈ ചെയ്യിപ്പിക്കാം. മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയ. 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 നല്ലൊരു കൈയ്യടി കൊടുത്ത്. കേമായിരിക്കണു, കേമത്തി. അടിപൊളിയായിട്ട് പറഞ്ഞു. പേരൊന്ന് പറഞ്ഞേ. അഞ്ജന. എന്തായാലും സന്തോഷമായി. അഞ്ജനയ്ക്ക് ഗിഫ്റ്റ് വേണ്ടേ അതോ അനുഗ്രഹം മാത്രം മതിയോ? അനുഗ്രഹം വേണ്ട, അനുഗ്രഹവും ഗിഫ്റ്റും തന്നിരിക്കുന്നു. അപ്പോൾ ഗിഫ്റ്റ് പിടിച്ചോളൂ, എല്ലാവരും കൂടി പിടിച്ചോളൂ. ഇത് TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റാണ്. ഇത് ഈ സ്ഥാപനം വരുന്നത് നമ്മളെ തൃശ്ശൂർ MG റോട്ടിലും തൃപ്രയാറുമാണ്. അപ്പോൾ സന്തോഷമായില്ലോ? പോരാ, സന്തോഷിച്ചത് പോരാ. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പായസം മിക്സാണ്. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന പായസം മിക്സ്. അപ്പോൾ ഓണത്തിന് നല്ലൊരു പായസം കഴിക്കാം. ഓക്കെ. അപ്പോൾ അടുത്തത് ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. അതായത് TPR ഗോൾഡൻ ഡയമണ്ട്സ് തന്നെയാണ് ഈ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. സന്തോഷമായോ? സന്തോഷമായിരിക്കുന്നു. വേറൊരു സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഇത് കണ്ടോളാ, ഇത് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ പായസത്തിനിടയ്ക്ക് ഒരു ഐസ്ക്രീമും കഴിക്കാം. നന്നായിരിക്കുന്നു. അതെ അതെ, എന്തായാലും സന്തോഷമായി. മോനെ നമസ്കാരം. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷമായിരിക്കണം. ഉറക്കൊരു ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. ഗംഭീരമായിരിക്കണോ? എല്ലാവർക്കും അനുഗ്രഹം തന്നിരിക്കുന്നു. പോയിക്കോളാ. നന്ദി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് കൊച്ചു കൂട്ടുകാരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും സന്തോഷം. മാവേലിക്ക് എങ്ങനെയുണ്ട്? ഓണൊക്കെ എങ്ങനെ പോകും? നല്ല രീതിക്ക് പോകണു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കോളേജിലാണ്. എത്രയാണ് പഠിക്കുന്നത്? കോളേജിൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ്. മോനോ? പേര് പറഞ്ഞില്ല. പേര് ഡിജിൻ. ദിയ. അപ്പോൾ എങ്ങനെയാണ് ഓണൊക്കെ? എങ്ങനെ ഇതുവരെ ആയി? ഓണത്തിന് ഡ്രസ്സ് എടുത്തോ? ഡ്രസ് എടുക്കാൻ ഇറങ്ങിയത്. ആ സമയത്ത് തന്നെയാണ് മഹാബലിനെ കണ്ടത്. എന്തായാലും സന്തോഷമായി. അപ്പോൾ ഓണാഘോഷം അടിച്ചു പൊളിക്കണ്ടേ? പൊളിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് മഹാബലിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? നല്ലൊരു സമ്മാനം ഉണ്ട് കേട്ടോ. മോനലോവയേ മോഹലാവയേ എൻ്റെ നാളെയേ പ്രേമലീലയേ. മോനലോവയേ മോഹലാവയേ എൻ്റെ നാളെയേ പ്രേമലീലയേ. ഒരുത്തി അള്ളിക്കാട്ടിൽ മുള്ളു ചെടി പോലെ ഒരുത്തി കണ്ണാല് നെഞ്ചിൽ കല്ല് വീണ പോലെ ഒരുത്തി മുന്തിരിക്കള്ള് കണ്ടുകൊണ്ടെന്നെ മയക്കി എണ്ണ കറുപ്പിയെ നിന്നെ കണ്ണിൽ ചുവന്നു ഞാൻ രണ്ടാം പിറവിയെ. ആ കുപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂല് ചോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. കത്തിയേരി സൂര്യനെ പൊട്ടുപോലെ തൊട്ടു, നിന്റെ പൊട്ടുപോലത്തെ വിലയിൽ കൊണ്ടാൽ പാറ കല്ലും പൊട്ടും. ഗംഭീരമായിരിക്കണോ? എന്തായാലും മാവേലി പാതാളത്തിൽ വെച്ചിട്ട് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഗംഭീരമാണ് ഈ പാട്ട്. പാതാളത്തിൽ ഹിറ്റാണ്. മാവേലി ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. എന്താണ് ലോണലോവേ? എന്താണ് മോനലോവ? എന്തായാലും കേമായിരിക്കുന്നു. മാവേലിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഗിഫ്റ്റ് വേണ്ടേ? അപ്പോൾ ഇത് പിടിക്കുക, സന്തോഷമായിട്ട് പിടിക്കട്ടാ. TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റാണ്. ഇത് പായസം മിക്സാണ് ഗിഫ്റ്റ്. ഇതെവിടെ TPR ഗോൾഡൻ ഡയമണ്ട്സ് എന്നറിയോ? തൃപ്രയാറും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ MG റോട്ടിലുമാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷമായില്ലേ? ഈ സന്തോഷമായത് പോരാ, വേറൊരു സന്തോഷം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? TPR ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റ് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. വീണ്ടും ഹാപ്പിയായോ? അപ്പോൾ മനസ്സിലായില്ലേ? മഹാബലി അനുഗ്രഹം മാത്രമല്ല ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇതാ പിടിച്ചോളൂ. അപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം, ഈ പായസം കഴിച്ചതിന് ശേഷം ഐസ്ക്രീമും കഴിക്കാം. ഫ്രഞ്ച് ഡയറീസ് ഐസ്ക്രീം നൽകുന്ന നല്ല മനോഹരമായ ഐസ്ക്രീമുകളാണ്. എൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമ്മുടെ പായസക്കൂട്ടിൻ്റെ തനതായ രുചിയിലാണ് ഈ ഐസ്ക്രീം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പാരമ്പര്യമായ മൺപാത്രത്തിലാണ് ഈ ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നത്. ഓണത്തിന് നല്ലൊരു മധുരം തന്നെ ആകാം ഈ ഐസ്ക്രീമിലൂടെ. ഓക്കെ ആണോ? സന്തോഷമായോ? അപ്പോൾ താങ്ക് യു.
താങ്ക് യു. ഹാപ്പി ഓണം. ഓ സന്തോഷമായി. എന്തായാലും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ട് കേട്ടോ. അനുഗ്രഹം നന്നായി വരട്ടെ കാര്യങ്ങളൊക്കെ. എന്തായാലും സന്തോഷം. വേറെ 2 മിടുക്കി കുട്ടികളെ കിട്ടിയിരിക്കുകയാണ് മഹാബലിക്ക്. എന്തായാലും സന്തോഷമായി. മഹാബലി വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമായോ? ആണോ? ഹാപ്പിയാണോ? അപ്പൊ പേര് പറ. അനാമിക. അനാമിക. അവന്തിനി. ഏത് സ്കൂളിലാണ് പഠിക്കുന്ന? ഹോളി ഫാമിലി. ഹോളി ഫാമിലി. എന്തായാലും സന്തോഷം. അവിടുത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ? ഇല്ലില്ല, തുടങ്ങും 21-ാം തീയതി. ഇപ്പൊ എക്സാം ആണോ? നന്നായി എഴുതാൻ പറ്റിയോ? ഇനി നന്നായി എഴുതാൻ പറ്റട്ടെ. മഹാബലിയുടെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. മലയാളമൊക്കെ നന്നായി അറിയാലോ അല്ലേ? അപ്പോൾ മഹാബലി ഒരു കാര്യം പറയാം. മുണ്ടിൽ ചെളി പുരളരുത് ഒന്ന് പറഞ്ഞേ. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത് എന്ന് പറയാം. മുണ്ടിൽ ചെളി പുരളരുത്. അങ്ങനെ ഒരു 5 വട്ടം സ്പീഡിൽ പറഞ്ഞേ. മുണ്ടിൽ ചെളി മുണ്ടിൽ ചെളി പുരളരുത്. 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 സന്തോഷം സന്തോഷം. മോൾക്ക് പറയാൻ പറ്റുമോ? മുണ്ടിൽ ചെളി ഒരു വട്ടം ഇങ്ങോട്ട് കയറി വരിക. മുണ്ടിൽ ചെരി. അപ്പം എന്തായാലും വേണ്ടില്ല, നല്ലൊരു സമ്മാനം തരാം. എന്തായാലും മഹാബലീനെ കണ്ടല്ലേ, വീട്ടിൽ പോയിട്ടൊക്കെ പറയണല്ലോ മഹാബലീനെ കണ്ടു സമ്മാനമൊക്കെ വാങ്ങിയെന്ന് പറയണമല്ലോ അല്ലേ? അപ്പോൾ മഹാബലി നല്ലൊരു സമ്മാനം തരും. ഇതെന്താണെന്നറിയോ? എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഐസ്ക്രീമിൻ്റെ സമ്മാനമാണ്. ഫ്രഞ്ച് ഡയറീസ് ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. സന്തോഷമായോ? നമ്മുടെ തലസ്ഥാന നഗരിയുടെ അതേ രുചിയിലും അതേ പാരമ്പര്യത്തിലുമാണ് ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പായസക്കൂട്ടുണ്ടല്ലോ, ഈ പായസത്തിൻ്റെ തനത് രുചിയിലാണ് ഈ ഐസ്ക്രീം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ മൺകലത്തിലാണ് ഈ ഐസ്ക്രീം, മൺപാത്രത്തിലാണ് ഈ ഐസ്ക്രീം നിങ്ങൾക്ക് വിതരണം ചെയ്യുക. അതൊരു ഓണസമ്മാനമാണ് അവരുടെ. അപ്പോൾ എല്ലാവരും അത് രുചിക്കുക, സന്തോഷിക്കുക. ഹാപ്പിയാണോ? അപ്പോൾ എന്തായാലും നന്നായി വരട്ടെ. എക്സാമൊക്കെ നന്നായി എഴുതാൻ പറ്റട്ടെ. ഓക്കെ, വീണ്ടും കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ക്ഷീണമായിരിക്കണോ മഹാബലിക്ക്? ഇന്നത്തെ കറക്കത്തിൽ അങ്ങോട്ട് ക്ഷീണമായിരിക്കണു. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് പ്രജകളൊക്കെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. എന്തായാലും മഹാബലി കുറച്ച് ദിവസം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം അങ്ങോട്ട് പൂർണ്ണമാകുകയാണ്. ഈ ദിവസത്തെ എപ്പിസോഡ് അങ്ങോട്ട് പൂർണ്ണമാകുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. പിന്നെ മഹാബലിയുമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക. അപ്പോൾ മഹാബലി അവിടെ എത്തുന്നതായിരിക്കും. നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, അടിച്ചു പൊളിക്കാം. അപ്പോൾ അടുത്ത ദിവസം ഇതേ നിമിഷം ഇതേ സമയം നമ്മുടെ മഹാബലി വീണ്ടും എത്തുട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.